ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് കാണിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ സമയം 6 മണിയൊക്കെയാണ്. ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. സാധാരണ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ എണീക്കുക. മിക്കവരും അങ്ങനെ ആയിരിക്കും അല്ലേ. നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരത്തേക്ക് എണീക്കാൻ കുറച്ച് മടിയായിരിക്കും. അപ്പോൾ നിങ്ങളെങ്ങനെയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഇന്ന് നേരത്തെ എണീക്കാൻ കാരണമുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടി സാരി ഉടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് സാരി ഉടുപ്പിച്ച് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ രാവിലെ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സാരി ഉടുപ്പിക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. നല്ല ഒതുക്കമുള്ള സാരി ആയിരുന്നു, അതുകൊണ്ട് സാരി ഡ്രൈപ്പിംഗ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ചെറുതായിട്ടൊരു മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നേരത്തെ എണീറ്റതല്ലേ, വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോവാം. നമ്മുടെ വീടിൻ്റെ അടുത്തെന്ന് പറഞ്ഞൊരു 1.5 കിലോമീറ്റർ അപ്പുറം ഒരു ശ്രീകൃഷ്ണസ്വാമിയുടെ അമ്പലമുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നൊരു അമ്പലമാണ് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയിരുന്നൊരു അമ്പലമാണ്. ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ അവിടെ പോകാനായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ പട്ടുവിനെ വിളിച്ചപ്പോൾ പട്ടു വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് പോവാണ്. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും പട്ടു എണീറ്റിട്ടുണ്ടായി. അമ്മേനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് പയറ് കിട്ടിയിട്ടുണ്ട് ഉപ്പേരി വെക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ട് അമ്മേനെ ഭയങ്കരമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല്ലുകൂടിയും തേച്ചിട്ടില്ല. ഇനി പട്ടുവിനെ പല്ല് തേപ്പിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും പിന്നെ ചട്നിയാണ്. നാളികേര ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇഡ്ഡലി അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളികേര ചട്നി ഉണ്ടാക്കാനായിട്ട് അമ്മ നല്ല മുളച്ച നാളികേരമാണ് എടുത്തിട്ട് വന്നിരിക്കണേ. അപ്പോൾ നാളികേരം മുളച്ച് കഴിഞ്ഞാൽ അമ്മ ഇതുപോലെ മാറ്റി വെക്കും കേട്ടോ, ഞാൻ വരാൻ കണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുളച്ച നാളികേരത്തിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ പൊങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മധുരമാണ്, പിന്നെ നമ്മുടെ ഹെൽത്തിനും ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മുളച്ചതാണെങ്കിൽ ഈ പൊങ്ങിൻ്റെ സൈസ് വളരെ കൊച്ചായിരിക്കും. നല്ലോണം മുളച്ചതാണെങ്കിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. ഇതുപോലെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നാളികേരം മുളച്ച് കഴിഞ്ഞാൽ അതിലത്തെ വെള്ളം കട്ടിയായിട്ടാണ് പൊങ്ങുണ്ടാവുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് പൊങ്ങെന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പട്ടുവിന് പല്ല് തേക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് സ്കൂളൊക്കെ ഉള്ള ദിവസം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പട്ടുവിനെ എണീപ്പിക്കുക, പല്ല് തേപ്പിക്കുക, കുളിപ്പിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലൊക്കെയാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക് എന്ന് പറയണത്. വേറെ എന്ത് പണിയും ഞാൻ എളുപ്പത്തിൽ ചെയ്യും. പിന്നെ സ്കൂളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്, സ്കൂളിൽ പോകാനും മടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള ദിവസം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം മാത്രമാണ് യൂണിഫോമൊക്കെ ഇടിക്കുകയുള്ളൂ. അവസാനം പറയുള്ളൂ സ്കൂളുണ്ടെന്ന്. ഇല്ലെങ്കിൽ പിന്നെ ആദ്യം തൊട്ട് കരച്ചിലും വീഴ്ചയിലായിരിക്കും. ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് സ്കൂളിൽ പോകണ്ടല്ലോ, നാട്ടിലല്ല. അത് കാരണം ഭയങ്കര ഹാപ്പിയാണ്. എന്നാലും പല്ല് തേക്കാൻ മടിയാണ് കേട്ടോ. അപ്പോൾ പല്ല് തേപ്പിക്കലൊക്കെ കഴിഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം വീടിൻ്റെ അകത്തിരുത്തി കൊടുത്തപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ പറഞ്ഞു പുറത്ത് പോകണം, പറമ്പിലൊക്കെ നടന്നിട്ട് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ബാക്കി ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മാമ്മ വന്നിട്ടുണ്ടായി. അമ്മാമ്മനെ കാണാൻ വേണ്ടിയിട്ടാണ് പട്ടു ഓടുന്നത് കേട്ടോ. അപ്പോൾ അമ്മാമ്മ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. താലപ്പൊലിക്കാവിൽ നിന്ന് അവന് കുറച്ച് ടോയ്സും പലഹാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മ വേഗം പോയിട്ടോ, ഉച്ചഭക്ഷണത്തിനൊന്നും നിന്നില്ല. അമ്മാമ്മയ്ക്ക് ഡോക്ടറെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ്. പയറുപ്പേരി ഉണ്ട്, പിന്നെ മാന്തൽ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പേപ്പർ ഇട്ടിരിക്കണ കാണാം. മാന്തലിലുള്ള ഒരു എക്സ്ട്രാ ഉപ്പ്, ഉണക്ക മീനല്ലേ, അപ്പോൾ എക്സ്ട്രാ ഉപ്പൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നത്.
അപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. ഞാനിതുപോലെ ബാംഗ്ലൂർ ഉണക്കമീൻ ഉണ്ടാക്കിയപ്പോഴാണ് ഇതുപോലെ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് തന്നെയാണ് വറുത്തത്. എന്നിട്ട് വറുത്ത് കഴിഞ്ഞപ്പോൾ മീനിന് കട്ടുപ്പ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോഴാണ് അമ്മ പറയണത് ഇതുപോലെ സോക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പേപ്പർ ഇട്ട് വെച്ചാൽ ആ കൂടുതലായിട്ട് നിൽക്കണ ഉപ്പൊക്കെ പേപ്പർ വലിച്ചെടുത്തോളും. പിന്നെ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞണ്ട് റോസ്റ്റ് ചെയ്യണ കാരണം ഒരു ചാറുകറിക്ക് വേണ്ടിയിട്ട് പരിപ്പും ചീരയും വെക്കണുണ്ട് കേട്ടോ. പരിപ്പും ചീരയും അരച്ചിട്ടാണ് വെക്കണേ, നാളികേരപ്പാൽ അരച്ചിട്ടാണ് വെക്കുന്നത്. ഇതൊക്കെ അമ്മയാണ് കേട്ടോ ചെയ്യണേ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിക്കണമെന്ന് മാത്രം. നാട്ടിലെൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങനെ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാറില്ല. നമ്മൾ നാട്ടിൽ വരുമ്പോൾ അപ്പോഴല്ലേ നമുക്ക് അമ്മയുടെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ബാക്കി കുറച്ച് അല്ലറ ചില്ലറ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നല്ലാതെ കുക്ക് ചെയ്യാറില്ല. എന്നാലും പട്ടുവിന് വേണ്ടിയിട്ട് കുറച്ച് റൈസ് ഉണ്ടാക്കണം. റൈസ് എന്ന് പറയാനായിട്ട് അവനിപ്പോൾ കൂടുതലും വെറൈറ്റി റൈസാണ് ഇഷ്ടം. ഗീ റൈസ്, ടൊമാറ്റോ റൈസ്, ഫ്രൈഡ് റൈസൊക്കെയാണ് ഇഷ്ടം. ഞാനപ്പോൾ അത് കാരണം അവന് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അമ്മയുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ കുറച്ച് ചെമ്മീൻ ഫ്രിഡ്ജിലിരിപ്പുണ്ടായി. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണേ. ചെമ്മീൻ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോൾ പട്ടുതാ ഇതുപോലത്തെ പച്ചക്കറികളൊക്കെ അങ്ങോട്ട് കഴിച്ചോളും. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അവനിതൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല. വേറെ ഏതെങ്കിലും കറിയിൽ ചേർത്ത് കൊടുത്താലാണെങ്കിലും കഴിക്കില്ല കേട്ടോ. നമ്മളുടെ സാധാരണ മട്ട റൈസ് അല്ലെങ്കിൽ ബോയിൽഡ് റൈസൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ കറി കൂട്ടില്ല. പിന്നെ ഞാനതിൽ കുറച്ച് ഉപ്പും നെയ്യൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും, ഇല്ലെങ്കിൽ പിന്നെ തൈരിൻ്റെ ഒപ്പം കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവന് വേണ്ട പോഷണങ്ങളൊന്നും കിട്ടില്ല എന്ന് തോന്നിയോണ്ടാണ് ഞാനിതുപോലെ വെറൈറ്റി റൈസൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. വെറൈറ്റി റൈസിലാകുമ്പോൾ നമ്മൾ ഇതുപോലത്തെ പച്ചക്കറികളൊക്കെ വളരെ കൊച്ചായിട്ട് അരിഞ്ഞങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അറിയാണ്ട് അവനങ്ങോട്ട് കഴിച്ചോളൂ. ഒരു സിമ്പിളായിട്ടുള്ള പ്രോൺസ് ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സ്പൈസസ് ഒന്നും ചേർക്കാണ്ട് ഉണ്ണികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കണത്. ആദ്യം പച്ചക്കറികളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് തന്നെ വെന്തോട്ടെ. സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളൊക്കെ ഒരു പച്ച രസം ഉണ്ടാവണം. പക്ഷേ ചെറിയ കുട്ടികൾക്കാകുമ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അതിനുശേഷം മുട്ടയൊക്കെ ചേർത്ത് മുട്ടയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. നല്ല ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നാലാണ് ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ചെമ്മീനും മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം റൈസും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് റെഡിയായി. പട്ടുവിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത്. തലയിൽ എണ്ണ ഇടാൻ പോവാണ്. അപ്പോൾ കുറച്ചധികം എണ്ണ നെറുകയിലും മുടിയിലൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കലിപ്പിലാണ് കേട്ടോ. പട്ടുമുഖം കണ്ടില്ലേ. അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ ഇനി പുറത്തിരുത്തിയിട്ടാണ് കുളിപ്പിക്കുക. വട്ടകയിൽ വെള്ളം നിറച്ചിട്ട് അതിലിരുന്ന് കുളിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നാലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ നാട്ടിൽ വന്ന കാരണം ഞങ്ങളങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടില്ല ഒന്നിനും. പറമ്പിലോടി കളിക്കാനാണെങ്കിലും മണ്ണിൽ കളിക്കാനാണെങ്കിലും വെള്ളത്തിൽ കളിക്കാനാണെങ്കിലും ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് വിട്ടിരിക്കുകയാണ്. പട്ടുവിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ കുളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ കോരി വെച്ച് എൻ്റെ ഡ്രസ്സൊക്കെ ആകെ നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിരിക്കണേ. അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അമ്മയുടെ സ്പെഷ്യൽ ഞണ്ട് കറി ഉണ്ട്. അപ്പോൾ ഞണ്ട് കറിയുടെ റെസിപ്പിയൊന്നും ഞാനങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മുടെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ലല്ലോ. ഞാനങ്ങനെ അധികം വ്ളോഗ് ചെയ്യണ ആളല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഇങ്ങനെ റെസിപ്പീസൊക്കെ കൂടുതലായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ വ്ളോഗ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡ്രസ്സുകളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാം നല്ല ഡ്രസ്സുകളാണ് കേട്ടോ. ഞാൻ ഇട്ട് നോക്കി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി എന്തായാലും ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഡ്രസ്സുകൾ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം മേമയും മക്കളും പിന്നെ മാമൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ പട്ടു വലിയ ഹാപ്പിയായി. കളിക്കാനൊക്കെ ആൾക്കാരായല്ലോ.
ഇവിടെ അടുത്ത അമ്പലത്തിൽ താലപ്പൊലിയുടെ ടൈമാണ് കേട്ടോ. താലപ്പൊലിയൊക്കെ കഴിഞ്ഞു, എന്നാലും അമ്പലപ്പറമ്പിൽ നിറയെ സ്റ്റാൾസ് ഉണ്ടാവും. അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ താലപ്പൊലിക്കാവിൽ പോകാമെന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും വന്നതല്ലേ, അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെറിയൊരു കറക്കത്തിനും ഒരു കുഞ്ഞു പർച്ചേസിനും വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പട്ടു മാമൻ്റെ മക്കളുടെ കൂടെ ബാക്ക് സൈഡിലെ പറമ്പിൽ നല്ല കളിയാണ് കേട്ടോ. വിളിച്ചിട്ടൊന്നും വരണുണ്ടായിരുന്നില്ല. പിന്നെ താലപ്പൊലിക്കാവിൽ പോവാം, ടോയ്സ് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വന്നു. അങ്ങനെ ഞങ്ങൾ കാവിലെത്തി. അപ്പോൾ നമ്മളുടെ കൂടെ കുറേ കുട്ടിപ്പട്ടാളങ്ങളുള്ളതുകൊണ്ടും പിന്നെ കാവിൽ നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ടും വീഡിയോ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ സ്റ്റാളുകളൊക്കെ കുറേ പോയി, താലപ്പൊലി കഴിയാൻ കണ്ട് തന്നെ പോയി. എൻ്റെ ചെറുപ്പകാലത്തിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ താലപ്പൊലി കഴിഞ്ഞാലും ഒരു മാസത്തോളമൊക്കെ സ്റ്റാളുകൾ ഉണ്ടാവും. എന്നാലും അത്യാവശ്യം നല്ല കമ്മലുകളും പിന്നെ വീട്ടുപകരണങ്ങളൊക്കെ കിട്ടുന്ന നല്ല നല്ല ഷോപ്സ് ഉണ്ടായിരുന്നു. ഞാനങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ബാംഗ്ലൂർ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിലൊക്കെ പോയോണ്ടായിരിക്കണം എനിക്കങ്ങനെ കൂടുതലായിട്ടൊന്നും വാങ്ങിക്കാൻ തോന്നിയില്ല ഇവിടെ നിന്ന്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഷോപ്പ് എന്ന് പറയുന്നത് ഫുൾ നൊസ്റ്റു ആണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിലെ കഴിച്ച കുറേ മിഠായികൾ, സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ കഴിച്ച കുറേ മിഠായികൾ കാണാൻ പറ്റി. പുളിജാമ്, തേനിലാവ്, പിന്നെ കുറേ പേരുകൾ ഓർമ്മയില്ലാത്ത മിഠായികളുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറയാം. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. മേമയും മക്കളും പിന്നെ മാമൻ്റെ മക്കളൊക്കെ പോയി. അവർക്ക് നാളെ സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് അവർ ഇന്ന് തന്നെ പോയിട്ടോ. പട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും നിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായി. പക്ഷേ അവരുടെ അച്ഛനമ്മയും സമ്മതിക്കാത്തതുകൊണ്ട് അവർ പോയിട്ടോ. അപ്പോൾ അടുത്ത ശനി ഞായറായിട്ട് നിൽക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അമ്മ ബിസിയാണ്, എനിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള മാങ്ങച്ചാർ ഉണ്ടാക്കാണ്. അപ്പോൾ ഞാൻ കാവിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. 2 കമ്മലും ഒരു മാലയും പിന്നെ ഹെയർ ക്ലിപ്പും പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കമ്മൽ ഇതാണ്. ഡെയിലി വെയറിനൊന്നും പറ്റിയൊരു കമ്മലല്ല, കുറച്ച് വലിയ സൈസൊക്കെയാണ് കേട്ടോ. നമുക്കൊരു സ്പെഷ്യൽ ഡേ ഡ്രസ്സിന് മാച്ചൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫാൻസി ടൈപ്പ് കമ്മലാണ്. പിന്നെ 40 രൂപയുള്ളൂ കേട്ടോ അതിന്. പിന്നെ അടുത്തത് നല്ലൊരു മാലയാണ്, ഇതിനും 40 രൂപയുള്ളൂ. അപ്പം എനിക്കിത് കണ്ടപ്പോൾ എന്തോ കംപ്ലീറ്റ് ആവാത്തൊരു ലുക്കാണ് തോന്നിയത്. ഈ താഴത്തെ ഈ ഹോൾ കണ്ടില്ലേ, അവിടെ ടാസിൽസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിനെ അല്ലേ. എന്തായാലും ടാസിൽസൊക്കെ നമുക്ക് പിടിപ്പിക്കാം. പിന്നുള്ളത് നല്ല അടിപൊളി കമ്മലാണ്, നല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ കമ്മലാണ്. നല്ല രസമുണ്ടായി കാണാനായിട്ട്. അപ്പോൾ ഇതിന് 200 രൂപ 200 എത്രയാണ് കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആ ഒരു റേഞ്ചിലാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, താഴെ മുത്തുകളൊക്കെ പിടിപ്പിച്ചിട്ട്. പിന്നെ ഒരു സാധാരണ ക്രാബാണ്, ബനാന ക്ലിപ്പ്. ക്രാബല്ല, ബനാന ക്ലിപ്പാണ്. ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ള ബനാന ക്ലിപ്പ് ഉണ്ട്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു വെജിറ്റബിൾ ചോപ്പർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ബാംഗ്ലൂർ ഞാൻ സാധാരണ സ്റ്റീലിൻ്റെ ചെറിയ കത്തിയില്ലേ, അതാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം അമ്മ എപ്പോഴും പറയൂ കേട്ടോ, ഇതുപോലത്തെ നല്ല കത്തി വാങ്ങുന്നത്. എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ കത്തി യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ പ്രാവശ്യം കത്തിയുടെ ഷോപ്പ് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ഇനി ശരിയാവില്ല, ഞാൻ വരുമ്പോഴെങ്കിലും എനിക്ക് ഉപയോഗിക്കാൻ അവിടെ ഒരു കത്തി വേണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചതാണ്. പിന്നെ നമ്മൾ കാവിയിൽ നിന്ന് വാങ്ങിക്കാത്ത 2 ഐറ്റംസും കൂടി ഉണ്ട്. അവിടെ ടൗണിൽ നിന്ന് തന്നെ വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്, പാത്രക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് പത്തിരിയുടെ പ്രസ്സാണ് കേട്ടോ. പത്തിരിയുടെ പ്രസ്സും ഇതുപോലെ തന്നെ കുറേ നാളായി അമ്മ വാങ്ങിക്കുന്നു പറയണേ. അമ്മ വരുമ്പോഴൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ട്രെയിനിനായിരിക്കും അമ്മ വരാം, അപ്പോൾ ഇതൊക്കെ ചുമന്നുകൊണ്ട് വരണേ, നല്ല വെയിറ്റാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്തായാലും വണ്ടിയിലല്ലേ പോവുക, അപ്പോൾ വെച്ചിട്ട് പോകാൻ എളുപ്പമാണ്. അപ്പോൾ പത്തിരിയുടെ പ്രസ്സും വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പത്തിരി ചുടാനായിട്ട് ഇൻഡാലിയത്തിൻ്റെ തന്നെ ഒരു ചട്ടിയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചട്ടിന്ന് തന്നെയല്ലേ ഇതിനെ പറയാതെ. അപ്പോൾ വലുത് തന്നെ വാങ്ങിച്ചു. ഇതിൻ്റെ ഒരു മീഡിയം സൈസും വലുതിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, 100 രൂപയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വലുത് തന്നെ ആയിക്കോട്ടെ, ഇതിലാകുമ്പോൾ ഒരു 4 പത്തിരി നമുക്ക് ഒരേ സമയം ചുട്ടെടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ പട്ടു ബേബിക്ക് വാങ്ങിച്ച ടോയ്സാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് കറിവേപ്പിൻ്റെ തൈ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 എണ്ണം ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോകാൻ പോകാൻ കേട്ടോ. പിന്നെ ഒരു തുളസിയുടെ തൈയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ അതങ്ങോട്ട് ചട്ടിയിൽ നട്ട് കഴിഞ്ഞാലേ പൂവാറാകുമ്പോഴേക്കും നന്നായിട്ട് പിടിച്ച് കിട്ടും. സന്ധ്യ നേരം കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വൈകിട്ട് തന്നെ ചെയ്യാൻ കേട്ടോ. രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ വെയിൽ ഫുള്ളായിട്ട് കൊണ്ട് അത് വാടിപ്പോവും. അപ്പോൾ പട്ടുണ്ട് എന്നെ സഹായിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വേര് ഇളകാണ്ട് തന്നെ പതുക്കെ മണ്ണിൽ നിന്ന് ഇളക്കി എടുത്തിട്ട് ചട്ടിയിലേക്ക് എടുത്ത് നടുകയാണ് കേട്ടോ. ഇനി വേണ്ട. പട്ടു ഇത്ര നേരം മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സന്ധ്യയായിട്ട് അകത്തേക്ക് വരണുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മുറ്റത്ത് വെച്ചിട്ട് തന്നെ അവനങ്ങോട്ട് കുളിപ്പിച്ചിട്ട് അകത്തേക്ക് കയറ്റി.
ഞാനും കുളിച്ച് ഫ്രഷായി എൻ്റെ ഒരു ചെറിയൊരു നൈറ്റ് സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ എൻ്റെ മുഖത്ത് ഇപ്പോൾ കുറച്ച് പിമ്പിൾസ് അധികമായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ പിമ്പിൾസ് വന്ന കുറേ പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ സ്കിൻ കെയർ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് എൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊന്നും രാത്രിയിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണ്ട, പുറത്തുനിന്ന് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. കുഴിമന്തിയാണ് അച്ഛൻ വാങ്ങിച്ചിട്ട് വന്നിരിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ കുഴിമന്തി? ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് നാട്ടിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ടൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഇഷ്ടമായിട്ട് പിന്നെ ബാംഗ്ലൂർ പോയി സൊമാറ്റോ വഴി ഓർഡർ ചെയ്ത് കഴിച്ചപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ടൗണിൽ കുറച്ച് പുതിയ റെസ്റ്റോറൻറ്റ്സ് വന്നിട്ടുണ്ട്, കുഴിമന്തി സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് അച്ഛൻ വാങ്ങിച്ചിട്ട് വന്നിരിക്കണേ. നല്ല ടേസ്റ്റാണ്. പിന്നെ എനിക്ക് ഈ കുഴിമന്തി കഴിക്കുമ്പോഴേ മയോണൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. മയോണൈസ് കൂട്ടിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അതുപോലെ കുഴിമന്തി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ചൂടോട് കൂടി തന്നെ കഴിക്കണം. പട്ടുന്ന് കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. സാധാരണ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുക. രാത്രി 1 മണി 1:30 വരെയൊക്കെയാണ് കളി. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഇവിടെയൊക്കെ ഓടി കളിച്ചുകൊണ്ടൊക്കെ ആയിരിക്കണം. പിന്നെ പകൽ ഉറങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. പട്ട് ഉറങ്ങിയോടുകൂടി ഞാൻ ഫ്രീ ആയിട്ടോ. എനിക്കിനി കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് എന്നും വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ 2-3 വീഡിയോസൊക്കെ പെൻഡിങ് ആണ്. ഷൂട്ട് ചെയ്ത് വെച്ചതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ എന്തായാലും ഒരു നേരമാവും. അപ്പോൾ എൻ്റെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് കണ്ടിട്ട് എന്താണ് അഭിപ്രായം, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. തുറന്ന് പറഞ്ഞോളൂ കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കാണാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഷെയർ ബട്ടൺ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.